ഓ ഗൈസ്, ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് 2 പേർക്ക് കഴിക്കാവുന്ന ചിക്കൻ ബിരിയാണി എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ്. അത് നോക്കാം നമുക്ക്. അതിനുവേണ്ടി ഞാൻ 1 ഗ്ലാസ് റൈസ് എടുത്തിട്ട് ആദ്യമേ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഈ ചട്ടിയിലോട്ട് അല്പം നെയ്യ് അല്പം, അതുകൂടാതെ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് സവാള, തക്കാളി, പിന്നെ ഇത് അടിച്ചു വെച്ച മല്ലിയില, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി റെഡിയാക്കി വെച്ചതായിരുന്നു. അതും ചേർക്കാം. അതിൽ 2 സ്പൂൺ തൈര്, ഇതെല്ലാം കൂടെ യോജിപ്പിക്കാം. ഒരുമിച്ച് നല്ലതുപോലെ യോജിപ്പിക്കണം. ഇത് നമ്മളിങ്ങനെ എല്ലാം കൂടെ നല്ല കൈകൊണ്ട് തിരുമിയാലും മതി. ഞാൻ പിന്നെ സ്പൂണെടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഇത് നല്ല രീതിയിൽ ഒരുമിച്ചതിന് ശേഷം അതിലേക്ക് അല്പം ആവശ്യത്തിനുള്ള, ഒരുപാട് ഉപ്പ് വാങ്ങിയിടരുത്. കാരണം റൈസ് വേവിക്കുമ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഇടുമ്പോൾ ഒരുമിച്ച് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കുറയും. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് അല്പം ഇടാം. അല്പം ഇട്ടാൽ മതി. ഉപ്പിട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ യോജിപ്പിക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി. എനിക്ക് മുളക് പൊടി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇടൂല. അങ്ങനെ ഇതിൽ തന്നെയാണ് പച്ചമുളക് തന്നെയാണ് നല്ലത്. ടേസ്റ്റ് ഉണ്ടാവില്ല പച്ചമുളക് തന്നെയാണ്. മുളക് പൊടി ചിലവർക്ക് മുളക് പൊടീൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് അവർ മുളക് പൊടി ഇടും. പക്ഷേ എനിക്ക് പച്ചമുളകിൻ്റെ ആ ഒരു തന്നെയാണ് ഇഷ്ടം. അത് ഇതിൽ കുഴഞ്ഞു വരുമ്പം ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പിന്നെ ഗരം മസാല ഒരു അല്പം ഇടണം. അതുകൂടാതെ ചിക്കൻ മസാല, അതായത് ബിരിയാണി മസാല അല്പം ബിരിയാണി മസാല ഇടാം. ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ മസാല തന്നെയാണ്, ബിരിയാണി മസാല. പുറമേന്ന് അങ്ങനെ വാങ്ങാറില്ല. എല്ലാം ഞാൻ വീട്ടിൽ തന്നെയാണ് എല്ലാം പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ബിരിയാണി മസാല ഇട്ടതിന് ശേഷം ഒന്നുകൂടെ അത് യോജിപ്പിക്കാം. ഇത്രയും ആയതിൻ്റെ ശേഷം നമുക്ക് അടുപ്പ് കത്തിക്കാം. പിന്നീട് അത് അടച്ചു വെച്ച് വേവിക്കാം. അടുപ്പ് തുറന്ന് ഒരല്പം വെന്തതിന് ശേഷം നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കുക. ചെറിയ നാരങ്ങ ചെറുതായിട്ട് കുറച്ച് മതി. ഇത്ര മറ്റേതിൻ്റെ പുളിപ്പ്, തൈരിൻ്റെ പുളിപ്പും കൂടി ആകുമ്പോൾ കൂടുതലാവും. അതുകൊണ്ട് ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി നല്ല രീതിയിൽ. ഇപ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലടിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ അകത്തെല്ലാം ഞാൻ എല്ലാ ചേരുവകളും ഒരുമിച്ച് ചേർത്ത് നല്ല കൈകൊണ്ട് തിരുമ്മി പിടിപ്പിച്ചാൽ തന്നെ പെട്ടെന്ന് വാടി കിട്ടും. ഞാനിപ്പോൾ ഇത് സ്പൂണ് വെച്ചിട്ടാണ് ചെയ്യണത്. പിന്നെ അതേപോലെ റൈസ് വേവിക്കുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഇത് പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. ബേ ലീഫ് എല്ലാം ഇട്ടിട്ടാണ്. ഒരു 2 സ്പൂൺ നെയ്യ് എല്ലാം ഒഴിച്ചാണ് അത് വേവിച്ചെടുത്തത്. അപ്പോൾ നല്ല രീതിയിൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനും മസാലയും എല്ലാം നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു വേവിനും കൂടി ഉണ്ടാവുള്ളൂ. ഈ റൈസ് 3/4 ഭാഗം വേവിച്ചതാണ്. അപ്പോൾ ഈ റൈസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. കട്ട ഉണ്ടാവും, അത് ഇങ്ങനെ ഉടച്ചൊടിച്ച് കൊടുക്കുക. ഇതിന് മുകളിലേക്ക് നമ്മൾ കുറച്ച് ബിരിയാണി മസാലപ്പൊടി വിതറി കൊടുക്കാം. അതുപോലെ തന്നെ അല്പം കുറച്ചെടുത്താൽ മതി ഇതിൻ്റെ കുരുമുളകിൻ്റെ പൊടി എടുത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നമ്മൾ ഇത് റൈസ് മാത്രമായിട്ട് ഇങ്ങനെ ചെയ്യും. എന്നിട്ട് അതിന് മുകളിലായിട്ട്
ഞാൻ ഫസ്റ്റിൽ തന്നെ അണ്ടിപ്പരിപ്പും സവാളയെല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കുക. അല്പം മല്ലിയില, വീണ്ടും അടച്ചു വെക്കാം. ആവി പുറത്തോട്ട് പോകാതിരിക്കാൻ ഞാനൊരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുകളിൽ. അപ്പോൾ നമുക്കിനി ഇത് റെഡി ആയോ എന്ന് നോക്കാം. ഇത് എടുത്തതിന് ശേഷം കുറച്ചും കൂടെ നെയ്യ് ഇതിൻ്റെ മുകളിൽ ഒഴിക്കണം. അപ്പോൾ ബിരിയാണി റെഡി ആയിരിക്കും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ആവി പുറത്തോട്ട് വന്ന് അത് വെന്ത് കഴിഞ്ഞു. ഇനി അല്പം നെയ്യ് അതിൻ്റെ മുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബിരിയാണി റെഡിയായി. ഇനി തീ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് കോരിയെടുക്കുക. അടിപൊളി സ്മെല്ലാണ് പുറത്തോട്ട് വരുന്നത്.